അപ്പോൾ ഗായ്സ്, മറ്റൊരു ദിനത്തിൽ ഞാനിങ്ങനെ പാലക്കോട്ട് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കിട്ടാച്ച കിടപ്പുണ്ടല്ലോ. കൊള്ളാം. അപ്പം ഞാൻ നേരെ അവിടെ വേറെ കച്ചവടത്തിനായി വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ സ്പോട്ടിലോട്ട് പോകണം. അവിടെ ഇരുന്നിട്ട് വേണം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, വണ്ടി വരുന്നവരെ. എന്താണെന്നറിഞ്ഞില്ല, ജോലിക്ക് ഒരു ദിവസം ജോലിക്ക് നിന്നപ്പോൾ എന്തോ പോലെ കാലൊക്കെ നല്ല രീതിയിൽ വേദനയുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ആവശ്യമായിപ്പോയി. ബോർഡൊക്കെ ഉണ്ട്, വേണ്ട. നമുക്കിനി ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം നോക്കണമല്ലോ. അതാണ്ട് നമുക്കിവിടെ ഒന്ന് ഇരിക്കാം ഗൈസ്, അന്നത്തെ പോലെ തന്നെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗൈസ്, അവരാണ് ടോയ്സ് ആയിട്ട് വന്നിരിക്കുന്നു ഗൈസ്. കണ്ടോ, 3 ബോക്സസ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇനി പാക്ക് ചെയ്ത് പൊട്ടിച്ച് നോക്കണം, എന്തൊക്കെ ടോയ്സാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നില്ല. ഈ പെട്ടിയിൽ മൊത്തം ടോയ്സാണ് ഗൈസ്. കണ്ടോ, കൊള്ളാമല്ലേ? കണ്ടോ ഗൈസ്, റിമോട്ട് കാറൊക്കെ ഉണ്ട്. 400 രൂപയാണ് ഇവർ ഉറപ്പിച്ചേക്കുന്ന വില. 3D ഗ്ലാസസും ഉണ്ട്. ഉണ്ടോ, 3D ആണെന്ന് പറഞ്ഞൂടെ. വേറെന്തോ കാണും ഇവിടെ. ഈ കവറിന് മൊത്തം ബോക്സുകളാണ്. വേറെ ഈ ആഭരണങ്ങളായിരിക്കും. കണ്ടോ, കിലുക്കുകളാണ് ഗൈസ് മൊത്തം. ഇതൊക്കെയാണ് ഇവിടുത്തെ ടോയ്സ് ഒക്കെ. കണ്ടോ, കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. ബോർഡ് ഐറ്റങ്ങൾ, കിച്ചൺ കിറ്റ്. ഇനി നമുക്ക് പോകേണ്ടതെന്ന് പറയുമ്പോൾ, ഞാനൊന്ന് കൈയിട്ടൊക്കെ വരാം. പൈപ്പുണ്ട്. മുഖം കഴിയട്ടെ. കുറച്ച് സാധനങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ട് ഇത് ക്ഷീണിച്ചു പോയി. എന്ത് ചെയ്യാന്. ഇതിപ്പോൾ എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്? ക്ഷമിക്കണം ഗൈസ്, ഞാൻ കുറച്ച് നേരത്തേക്ക് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. കണ്ടോ, ചോറൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ കഴിക്കാം. നമുക്ക് അമ്പലത്തിൽ അന്നദാനമാണ്. അവിയലുണ്ട്, പയറുണ്ട്, ചോറുണ്ട്. പിന്നെ നമുക്ക് നമ്മളെല്ലാം ടോയ്സ് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടോ, കാണാൻ നല്ല രസമുണ്ടല്ലേ. ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വേറെയാണ്. നമ്മൾ ഈ മാല പോലുള്ള ഐറ്റങ്ങളാണ്. കണ്ടോ, ഇതെല്ലാം ഇവിടെ തൂക്കിയിടാനാണ്. മാല ഐറ്റങ്ങളെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കാണുമ്പോൾ എല്ലാം എടുത്തിട്ട് പോകാൻ തോന്നുന്നല്ലേ. പൈസ എടുക്കേണ്ടി വരും, അത് സത്യം. കൊള്ളാം കൊള്ളാം. പകുതിയോളം നമ്മൾ തൂക്കി കഴിഞ്ഞു ഗൈസ്. കണ്ടോ, എല്ലാം തൂക്കി. ആ ലൈൻ അനുസരിച്ചാണ് തൂക്കുന്നത്. ഇങ്ങനെ അളവൊക്കെ ഉണ്ട്. എടുത്തിട്ട് വള. കണ്ടോ ഗൈസ്, വളയെല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും അടുക്കി. എനിക്ക് തോന്നുന്നു 3 ബോക്സിലായിട്ട് 3 വസ്തുക്കളാണ്. ഒരു ബോക്സിൽ ഇതുപോലുള്ള വള, മാല. മറ്റൊരു ബോക്സിൽ ടോയ്സ്. അങ്ങനെയാണ്. മാലയൊക്കെ കൊള്ളാമല്ലേ. എത്ര വള! അത് പല ഡിസൈനിൽ. കുപ്പി വളയുണ്ട്, കമ്പി വളയുണ്ട്, പ്ലാസ്റ്റിക് വള വരെ ഉണ്ട്. ദൈവമേ, കൊള്ളാം. ഇനി ഈ ബോക്സെല്ലാം ഇവിടെ അടിക്കുകയാണ്. ഇവിടെയാണ് ക്ലിപ്പ്, ബണ്ണ്, ഇതുപോലുള്ള ഐറ്റങ്ങളാണ് വയ്ക്കുന്നത്. മൈലാഞ്ചി, ക്യൂട്ടസ് ഇതെല്ലാം ഇവിടെ വയ്ക്കും ഓരോന്നായി. ഈ ബോക്സെല്ലാം അടുക്കി വയ്ക്കുകയാണ്. നമ്മുടെ ചേട്ടനാണ്. ഇതിൽ മൊത്തം ടോയ്സാണ് ഗൈസ്. 2 കടയായിട്ടാണ് ഇവർ വയ്ക്കുന്നത്. ഒരു കടയിൽ ഫാൻസി സ്റ്റോറും, മറ്റൊരെണ്ണത്തിൽ ടോയ്സുമാണ്. ടോയ്സ് ഇവിടെ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ച്.
ഇനി ഇവിടെ എന്തൊക്കെയോ കെട്ടാനുണ്ട്. നമ്മൾ അമ്പും വില്ലും ഗണ്ണും കിച്ചൺ കിറ്റും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. എന്താ സൂപ്പറായിട്ടില്ലേ? റിമോട്ടൊക്കെ ഉണ്ട്, ഗ്ലാസ്സസ് ഉണ്ട് ഗൈസ്. എന്താ മാഷ്മൽ അല്ല ഹാക്കർ മാസ്ക്. വേറെന്തുണ്ട് ഇവിടെ നോക്കട്ടെ. ഒരുപാട് ടോയ്സ് ഉണ്ട്, സത്യം പറഞ്ഞാൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. സ്പിന്നറൊക്കെ ഉണ്ട് ഗൈസ്, ഞാൻ ഒന്ന് കറക്കി കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി പാടാണ്, ഒറ്റ കൈ ഉണ്ട്. ഇത് കൈ ഇട്ട് കണ്ട, ഈ കയ്യിൽ പറ്റത്തില്ല, അപ്പുറത്തെ കൈ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് ശരിക്കാവുന്നുണ്ട്, കാണിച്ചു തരാം. അയ്യോ ഗൈസ് കാണുന്നില്ലല്ലേ? വേണ്ടേ? ഓ കൊള്ളാം, കൊച്ചു സ്പിന്നറൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു വലിയ സ്പിന്നർ എടുത്ത് കാണിച്ചു തന്നെയാണ്. ഓക്കെ ഗൈസ്, ജോലി ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് വൈൻഡ് അപ്പ് ഗൈസ്.